മക്കളെ നമ്മുടെ ഓർഗാനിസം പോപ്പുലേഷനും അതുപോലെ തന്നെ ഇക്കോസിസ്റ്റം കംപ്ലീറ്റ് കോൺസെപ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. എങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള റീസെൻ്റ് PYQs എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഈ രണ്ട് ചാപ്റ്ററിൻ്റെയും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ വീഡിയോ ഒരിക്കലും മിസ്സാക്കരുത്. എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നേരെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിൽ 2024 വന്നതാണ്. എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് ഈസ് എൻഷുർഡ് ദാറ്റ് ഓർക്കിഡ് ഒഫിയറസ് ഈസ് പോളിനേറ്റഡ് ബൈ എ സ്പെസിഫിക് സ്പീഷീസ് ഓഫ് ബി. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഓർക്കിഡ് ഒഫിയറസ് പോളിനേറ്റഡ് ബൈ സ്പീഷീസ് ഓഫ് ബി ആണെന്ന് പറയാനുള്ള കാരണം എന്നാണ് നമ്മൾ പഠിച്ചതാണ്. സെക്ഷൽ ഡിസീറ്റ് വഴിയാണ് അല്ലേ ഓർക്കിഡ് ഒഫിയറസ് എന്ന് പറയുന്നത് സെക്ഷൽ ഡിസീറ്റ് ആണ് എംപ്ലോയ് ചെയ്യുന്നത്. ഗെറ്റ് പോളിനേറ്റഡ് ബൈ സ്പീഷീസ് ഓഫ് ബി. വൺ പെറ്റൽ ഓഫ് ഫ്ലവർ റിസംബിൾ ദ ഫീമെയിൽ ഓഫ് ബി ഇൻ സൈസ്. അല്ലെ, ഫീമെയിൽ ബീനെ പോലെയാണ് ആരിയിരിക്കുന്നത്, ഒരു പെറ്റൽ ഇരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ആ സൈസും കളറും മാർക്കിങ്സ് ഒക്കെ നോക്കിയിട്ട് ഇവർ സ്യൂഡോ കോപ്പുലേഷൻ നടത്തും. സോ മെയിൽ ബി അട്രാക്റ്റഡ് സ്യൂഡോ കോപ്പുലേറ്റ് ദ ഫ്ലവർ, get dusted with pollen. When some same bee pseudo copulate with other flower, it transfer the pollen to it. അപ്പം ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പോളിനേഷൻ നടത്തുന്നത്. നമ്മൾ പഠിക്കുന്നതാണ് മ്യൂച്വലിസം എന്നുള്ള റിലേഷനിൽ. ഡിസ്ക്രൈബ് കോ എവല്യൂഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് എക്സാമ്പിൾ. കോ എവല്യൂഷനെ നമുക്ക് എങ്ങനെ ഇതിലൂടെ പറയാം? എ ഫീമെയിൽ ബി പാറ്റേൺ ചേഞ്ചസ് ഡ്യൂറിങ് എവല്യൂഷൻ, ഫ്ലവർ നീഡ് ടു കോ എവോൾവ് ടു റിസംബിൾ ദ ഫീമെയിൽ ബി ഗെറ്റ് പോളിനേറ്റ്. അല്ലേ, നമുക്ക് പറയാൻ പറ്റും ഇവിടെ രണ്ട് സ്പീഷീസും എന്താണ് മ്യൂച്വലിസ്റ്റിക് റിലേഷനിൽ ബന്ധപ്പെട്ട് കിടക്കാണ്. അപ്പോൾ ഒരാൾ കോ എവോൾവ് ആയി അതിനനുസരിച്ച് ഫ്ലവറിനും എന്ത് ചെയ്യണം, എവല്യൂഷൻ നടന്നേ പറ്റൂ, എങ്കിലേ ഈ ഒരു പോളിനേഷൻ അവിടെ സക്സസ്ഫുൾ ആവുള്ളൂ. സോ എ ഫീമെയിൽ ബി പാറ്റേൺ ചേഞ്ചസ് ഡ്യൂറിങ് എവല്യൂഷൻ, ഫ്ലവർ ഓൾസോ നീഡ് ടു ബി കോ എവോൾവ് ബിറ്റ്വീൻ ദം. Important attributes belonging to a population but not on an individual are given below. Select the correct option from the given options എന്നാണ്. പോപ്പുലേഷൻ ആട്രിബ്യൂട്ട് ആണ്. ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ് വരും, സെക്സ് റേഷ്യോയും വരും അല്ലേ. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? 1 and 4 ആണ്. മെയിൽ ഫീമെയിൽ ബർത്ത് ആൻഡ് ഡെത്ത് വരില്ല. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 1 and 4 ആണ്. ഓക്കെ, ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ എനി 2 factors ലീഡ് ടു ഡിക്രീസ് ഇൻ പോപ്പുലേഷൻ ഡെൻസിറ്റി ഓഫ് ആൻ ഏരിയ. ഡിക്രീസ് ചെയ്യുന്നത് ആരൊക്കെയാണ്? മോർട്ടാലിറ്റിയും എമിഗ്രേഷനുമാണ്. അവരെന്ത് ചെയ്യുന്നു, ഡെത്ത് വരുന്നതിനനുസരിച്ച് നമ്പർ കുറയുന്നു. നമ്മുടെ ഹാബിറ്റാറ്റിൽ നിന്ന് മറ്റൊരു ഹാബിറ്റാറ്റിലേക്ക് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് പോകുമ്പം അതും എന്ത് ചെയ്യുന്നു, ലെസ് ഓഫ് നമ്പറാണ്. As per a recent newspaper report, particular countries showed declining population growth rate. According to you, what could be 2 most possible reasons for this decline and why? എന്തുകൊണ്ടാണ് ഒരു കൺട്രിയിൽ പോപ്പുലേഷൻ ഗ്രോത്ത് ഡിക്ലൈനിങ് ആവുന്നതെന്നാണ്. ഒന്ന് നമുക്ക് പറയാം, 2 most possible reasons are there: more death rate or mortality than birth rate. ജനന നിരക്ക് ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ മരണനിരക്ക് ഉണ്ടാകുന്നു, അതൊരു പോസിബിൾ റീസൺ ആണ്. രണ്ടാമത്തേതോ ഇമിഗ്രേഷൻ, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് പോപ്പുലേഷൻ ഹു ലെഫ്റ്റ് ദ ഹാബിറ്റാറ്റ് ആൻഡ് ഗോൺ എൽസ്വേർ ഡ്യൂറിങ് ടൈം പീരീഡ് അണ്ടർ കൺസിഡറേഷൻ. രാജ്യത്തിലേക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ രാജ്യത്ത് നിന്ന് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അതും എന്താണ്, ഡിക്ലൈനിങ് പോപ്പുലേഷൻ ആണ് കാണിക്കുന്നത്. സോ ഹെൻസ് പോപ്പുലേഷൻ ഡിക്രീസസ്, ദർ ഇസ് great number of death plus number of immigrant than number of birth plus the number of immigrant. But D plus E is greater than B plus I എങ്കിൽ അതെന്താണ് കാണിക്കുന്നത്? It is declining population. So observe the schematic representation given above and answer the following questions ആണ്. Identify A and B. ഇവിടെ ഇമിഗ്രേഷൻ ആണ്, ഇവിടെ ഇമിഗ്രേഷൻ ആണെങ്കിൽ എന്താണ്? B എന്ന് പറയുന്നത് നേറ്റാലിറ്റി, എ എന്ന് പറയുന്നത് എന്താണ്? മോർട്ടാലിറ്റിയുമാണ്. കാൽക്കുലേറ്റ് ദ ഗ്രോത്ത് റേറ്റ് ഓഫ് ബാക്ടീരിയ ഇൻ കർഡ് വെർ 1 million ബാക്ടീരിയ ഇൻക്രീസ് ടു 2 million വിത്തിൻ എ പീരീഡ് ഓഫ് 1 hour. എ എന്ന് പറയുന്നത് മോർട്ടാലിറ്റി, ബി എന്ന് പറയുന്നത് നേറ്റാലിറ്റിയാണ്. ഇപ്പോൾ ഗ്രോത്ത് റേറ്റ് കാണാൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ആഡ് ചെയ്താൽ മതി. അപ്പോൾ 2 million ആണ് പറയുന്നത്. വെർ 1 million ബാക്ടീരിയ ഇൻക്രീസ്ഡ് ടു 2 million ആണ്. സോ നമുക്ക് പറയാം 1/2 0.5 million per hour ആണ് അവിടെ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ കാണുന്നത്. നമുക്ക് ഗ്രോത്ത് റേറ്റ് ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഗ്രാഫ് given below A and B represent population of elephants in 2 different national parks at different time. അപ്പോൾ ഓരോ ഇയറിൽ എലഫൻറ്റിൻ്റെ പോപ്പുലേഷൻ കാണിക്കുന്നത് എയും ബിയും. ദ ഗ്രാഫ് എ റെപ്രസെൻറ്റ്, ചോദ്യം എന്താണ്? represent the population elephant in 2 national parks at different times. നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്യാം? എ റെപ്രസെൻറ്റ് എക്സ്പൊണൻഷ്യൽ ഓർ ജോമെട്രിക് ഗ്രോത്ത് പാറ്റേൺ ഓഫ് ദ എലഫൻറ്റ് അല്ലേ. ഇവിടെ കാണിക്കുന്നത് എന്താണ്? എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ആണ്, ജെ ഷേപ്ഡ് കർവ്. വേർ നാഷണൽ പാർക്ക് എലഫൻസ് ആർ പ്രൊവൈഡഡ് അൺലിമിറ്റഡ് റിസോഴ്സസ്, ഫുഡും സ്പേസ് ഒക്കെ അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുകയാണ്. ആൻഡ് അവിടെ എന്ത് ചെയ്യുന്നു, ഇനോമസ് നമ്പർ ഇൻ ദ ആബ്സെൻസ് ഓഫ് ചെക്ക്. ഗ്രാഫ് ഇ റെപ്രസെൻറ്റ് ഡിക്ലൈനിങ് പോപ്പുലേഷൻ, നമ്പർ ഓഫ് എലമെന്റ് ഈസ് ഡിക്രീസിംഗ് ഫ്രം 1970 to 2010. ദർ കുഡ് ബി മെനി റീസൺ ബിഹൈൻഡ് സച്ച് ഗ്രാഫ് ലൈക്ക് ന്യൂട്രിയൻ റിസോഴ്സ് ആവാം, കോമ്പറ്റീഷൻ ആകാം, ഫ്രാഗ്മെൻറ്റേഷൻ, അർബനൈസേഷൻ, പോച്ചിങ് എക്സെട്ര ആവാം. ആൻഡ് ദ പോച്ചിങ് വർ
Livery about began around 1970s to 80s being the main reason for the decline, while habitat loss due to fragmentation urbanization poses increasingly serious long-term threat to species. അപ്പം പോപ്പുലേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, മറ്റേ ഗ്ലാൻസിൽ തന്നെ പോപ്പുലേഷൻ ഇൻക്രീസ് ആയോ ഡിക്രീസ് ആയോ എന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇതുപോലത്തെ ഗ്രാഫ് നമ്മൾ ഇതിനാണ് യൂസ് ചെയ്യുന്നത്. What would be best method to measure total population density of number of fishes in a river and why? എങ്ങനെയാണ് ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പോപ്പുലേഷൻ ഡെൻസിറ്റി മെമ്പർ ഓഫ് ഫിഷസ് ഇൻ റിവർ ഇസ് കൗണ്ട് ദ നമ്പർ ഓഫ് ഫിഷസ് കോട്ട് പെർ ട്രാപ്പ്. വലയിൽ കിട്ടുന്ന മീനിനെ എണ്ണിയിട്ടാണ് നമ്മൾ അതിലെ കൗണ്ട് കിട്ടുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് കൗണ്ടിങ് പോപ്പുലേഷൻ ഡെൻസിറ്റി നോൺ ഇസ് റിലേറ്റീവ് ഡെൻസിറ്റി. ഇതാണ് നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് അഡോപ്റ്റഡ് വെൻ ദർ ഇസ് ലാർജ് പോപ്പുലേഷൻ ഓഫ് ഫിഷ് ഇൻ എ റിവർ ആൻഡ് കൗണ്ടിങ് ഓൾമോസ്റ്റ് പോസിബിൾ. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. ഹൗ വിൽ യു മെഷർ പോപ്പുലേഷൻ ഡെൻസിറ്റി ഓഫ് ഫിഷ് ഇൻ എ ലേക്ക്? ഇൻ എ പോണ്ട് ദർ ആർ 100 frogs, 20 more were born in a year. Calculate birth rate of population. നമുക്ക് എങ്ങനെ ഫിഷിനിലേക്ക് കാണാം? നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, നമ്പർ ഓഫ് ഫിഷ് പെർ ട്രാപ്പ് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഒരു പോണ്ടിൽ 100 ഫ്രോഗ്സ് ഉണ്ട്, 20 were born in a year. കാൽക്കുലേറ്റ് ബർത്ത് റേറ്റ് ആണ്. നമുക്ക് എന്ത് പറയും, 20/100 ചെയ്യാം. സോ 0.2 ഓഫ് സ്പ്രിങ്സ് ഓഫ് ഫ്രോഗ് പെർ ഇയർ ആണ്. അപ്പം നിങ്ങൾക്കൊരു കൗണ്ട് തന്നിട്ടുണ്ട്, ടോട്ടൽ നമ്പർ ഫ്രോഗ്സ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഫ്രോഗ്സ് ഇൻ എ ഇയർ ആഡ് ചെയ്തതും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബർത്ത് റേറ്റ് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. If 8 individuals in a population of 80 butterflies die in a week, calculate death rate of population of butterflies. 2018 ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ടോട്ടൽ നമ്പർ 80 ആണ്, നമ്പർ ഓഫ് ബട്ടർഫ്ലൈ ഡൈ ചെയ്തത് 80 ആണ്. സോ ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ബട്ടർഫ്ലൈസ് ചോദ്യം എത്രയാണ്, 8 ഇൻഡിവിജ്വൽസ് ഇൻ എ പോപ്പുലേഷൻ ആണ്. അപ്പം നമ്പർ ഓഫ് ബട്ടർഫ്ലൈ ഡൈ ചെയ്തത് എത്രയാണ്, 8 ആണ് വരുന്നത്. സോ 8/8 ചെയ്യുമ്പം 0.1 ബട്ടർഫ്ലൈസ് പെർ വീക്ക് ആണ് എന്ത് ചെയ്തത് ഇവിടുത്തെ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. സോ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും തന്നാൽ ഡയറക്റ്റ് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. സ്റ്റഡി ദ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഗിവൺ എബവ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ എ in it, identify B in it. When population density at a time t is n as shown above, write the population density at time t+1 in the form of equation using appropriate symbols. ഐഡന്റിഫൈ എ ആണ്. സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ തന്നിട്ട് ഓക്കെ ഇവിടെ തരാൻ മറന്നതാണ്. നമ്മുടെ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഡെൻസിറ്റി, നേട്ടാലിറ്റി, മോർട്ടാലിറ്റി, ഇമിഗ്രേഷൻ, എമിഗ്രേഷൻ. ഓക്കെ, ഇതിൽ ഈ എ ആണ് തന്നിട്ടുണ്ടായിരുന്നത്, എ നേറ്റാലിറ്റി ആണ്. ഗിവൺ ഫിഗർ ബി എന്ന് പറയുന്ന മോർട്ടാലിറ്റി ആണ്. എൻ ഈസ് പോപ്പുലേഷൻ ടൈം അറ്റ് ടി, ദെൻ ഡെൻസിറ്റി അറ്റ് ടൈം t+1 എങ്ങനെ കാണും, NT+1 = NT + B+I - D+C. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം. ബി എന്ന് പറയുന്ന നേറ്റാലിറ്റി, ഐ ഇമിഗ്രേഷൻ, ഡി മോർട്ടാലിറ്റി, ഇനി എമിഗ്രേഷൻ. ഓക്കെ, യെസ്. Study the age pyramid A, B and C of human population given below. Answer the questions ആണ്. Identify B and C. B എന്ന് പറയുന്നത് എന്താണ്, ഡിക്ലൈനിങ് പോപ്പുലേഷൻ, ആൻഡ് സി എന്ന് പറയുന്നത് സ്റ്റേബിൾ പോപ്പുലേഷനുമാണ്. ഓക്കെ, ബി എന്ന് പറയുന്നത് ഡിക്ലൈനിങ് ആൻഡ് സി എന്ന് പറയുന്നത് എന്താണ്, സ്റ്റേബിൾ പോപ്പുലേഷൻ. റൈറ്റ് ദ ബേസിസ് ഓൺ വിച്ച് ദ എബവ് പിരമിഡ്സ് ആർ പ്ലോട്ടഡ്. എന്തിൻ്റെ ബേസിസിലാണ്, പ്രീ റീപ്രൊഡക്റ്റീവ് വെച്ചിട്ടാണ് അല്ലേ. സോ ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ കോൾഡ് ഏജ് പിരമിഡ് ആർ plotted on the base of individuals per population under category, number of individuals of pre-reproductive age, reproductive in middle and post-reproductive at the top. അപ്പോൾ ഈ 3 കാറ്റഗറി വെച്ചിട്ടാണ് നമ്മൾ പോപ്പുലേഷൻ കൂടുവാണോ കുറയുവാണോ എന്ന് മനസ്സിലാക്കുന്നത്. സ്റ്റഡി ദ ഗ്രാഫ് ഗിവൺ ബിലോ ഷോയിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രോത്ത് കർവ് ആണ്. 2020 ക്വസ്റ്റ്യൻ ആണ്. നെയിം ടൈപ്പ് ഓഫ് ഗ്രോത്ത് കർവ് എ ഷോൺ. എ എന്ന് പറയുന്നത് ഏതാണ്, എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് കർവ് ആണ്. സ്റ്റേറ്റ് ദ റീസൺ വൈ ഗ്രോത്ത് കർവ് ബി ഈസ് സെഡ് ടു ബി ലോജിസ്റ്റിക്. എന്തുകൊണ്ടാണ്, അത് കുറച്ചുകൂടി ലോജിക്കലാണ്, ക്യാരിയിങ് കപ്പാസിറ്റി അപ്ലൈഡ് ആണ് അല്ലേ. When resources are limited, logistic growth is more realistic one because resource of growth for animal population finite and become limiting. K represent the equation given along the logistic growth curve. K എന്ന് പറഞ്ഞാൽ carrying capacity ആണ്, where the size of population environment can hold by providing necessary resources. Assertion reason തന്നിട്ടുണ്ട്. Monarch butterfly is highly distasteful to the predators. Butterfly has very rough skin which is not palatable എന്നാണ്. ഇവിടെ നമുക്ക് എ ട്രൂ ആണ്, ബട്ട് ബി ആർ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. സോ ഓപ്ഷൻ സിയിൽ പോകാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The association between genus of Acacia and pseudomyrmex species of ant depict population interaction known as. അക്കേഷ്യയും സ്യൂഡോമിർമിക് സ്പീഷീസ് ആണ് കാണിച്ചിട്ടുള്ളത്.
കോമ്പറ്റീഷൻ ആണോ, അമൻസാലിസം ആണോ, മ്യൂച്വലിസം ആണോ, പ്രെഡേഷൻ ആണോ എന്നാണ് ചോദിക്കുന്നത്. Then in exchange of food and shelter and protect acacias from attack of. ഇവിടെ നോക്കുക, അസോസിയേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോമ്പറ്റീഷൻ, മ്യൂച്വലിസം, അമൻസാലിസം, പ്രെഡേഷൻ. ജീനസ് ഓഫ് അക്കേഷ്യ ആൻഡ് സ്യൂഡോമെർമിസ് സ്പീഷീസ് ഓഫ് ആൻഡ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതിലൂടെ പോകാം? 2 species is an example for. ഒന്ന് ആ ഒരു കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണിത് കേട്ടോ. റീഡ് ദ ഫോളോയിങ് പാസേജ്, ആൻസർ എനി 4 ക്വസ്റ്റ്യൻ ആണ്. ഇത് വായിച്ചാലാണ് നമുക്ക് കിട്ടുക. അക്കേഷ്യ പ്ലാന്റ്സ് ആർ പെർട്ടിക്കുലർലി കോമൺ ഡ്രൈഡ് ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ എൻവയോൺമെന്റ് ഇൻ ദ വേൾഡ്. സ്വെല്ലൻ തോൺ അക്കേഷ്യസ് ഫോം ഒബ്ലിഗേറ്റ് മ്യൂച്വലിസം വിത്ത് സ്യൂഡോമെർമാക്സ് എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഏത് പറയാം? മ്യൂച്വലിസം. Then in exchange for food and shelter and protect acacia from the attack of. അതും ഇവിടെ കൊടുക്കും. Related to their obligate association with and including enlarged thorns with soft easily excavated pith year round leaf production, enlarged foliar nectaries and leaflet tip modified into concentrated food sources called Beltane body. അപ്പോൾ ഇവിടെ thorns provide living space while the foliar nectaries provide source of sugar and liquid. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ടാമത്തേത് exchange of food and shelter and protect acacia from the act of ഹെർബിവോസിൽ നിന്നാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത്. ദെൻ മൂന്നാമത്തേതോ എബവ് ഇൻഡയറക്ഷൻ സജസ്റ്റ് ദാറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 സ്പീഷീസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ കോ എവല്യൂഷൻ. രണ്ടാളും ഒന്നിച്ച് എവോൾവ് ആവുന്നു. റിമൂവൽ ഓഫ് റെസിഡൻസ് ആൻഡ് ഫ്രം ദ അക്കേഷ്യസ് വിൽ ലീഡ് ടു റെഡ്യൂസ്ഡ് ഗ്രോത്ത് ഓഫ് അക്കേഷ്യ, ഇൻക്രീസ് ഗ്രോത്ത് ഓഫ് അക്കേഷ്യ, റെഡ്യൂസ് പോപ്പുലേഷൻ ഓഫ് ആൻഡ് സ്പീഷീസ്, ഇൻക്രീസ് പോപ്പുലേഷൻ ഓഫ് ആൻഡ് സ്പീഷീസ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? റിമൂവൽ ഓഫ് റെസിഡൻറ്റ് ഓഫ് അക്കേഷ്യ റെഡ്യൂസ് ടു റെഡ്യൂസ് ദ ഗ്രോത്ത് ഓഫ് അക്കേഷ്യ, റെഡ്യൂസ് പോപ്പുലേഷൻ ഓഫ് ആൻഡ് സ്പീഷീസ് ആണ്. And fifth question, given below is a graphical representation of ants and acacias showed with abundance of herbivorous insects. അപ്പം conclusion drawn from the above data is, ഇവിടെ നമുക്ക് കാണാം വിത്തൗട്ട് ആൻഡ് കൂടുന്നു, വിത്ത് ആൻഡ് എന്തിൻ്റെ പോപ്പുലേഷൻ കൂടുന്നു? ഷൂട്ട് വിത്ത് ഹെർബിവോർ കൂടുന്നു. അപ്പോൾ conclusion drawn is that data is higher growth rate of acacia shoot in presence of resident ant species while lower growth rate of acacia shoot in the absence of species. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട്, എ ആണ് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരിക. അക്കേഷ്യ ഷൂട്ട് വിൽ ഹാവ് ഹയർ റേറ്റ് ഓഫ് ഗ്രോത്ത് വിത്ത് റെസിഡൻറ്റ് ആൻഡ് സ്പീഷീസ്. ഇതാണ് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസ്. ഇനി ഇക്കോസിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ 2024 ക്വസ്റ്റ്യൻ ആണ്. റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ന്യൂ ഓർഗാനിക് മാറ്റർ ബൈ കൺസ്യൂമേഴ്സ് ആൻഡ് ദ ബയോമാസ് അവൈലബിൾ ഫോർ കൺസംപ്ഷൻ ഓഫ് ഹെർബിവോർസ് ആസ് വെൽ ആസ് ഡികമ്പോസേഴ്സ് ആർ റെഫേർഡ് ടു. ന്യൂ ഓർഗാനിക് മാറ്റർ ആണ് ബൈ കൺസ്യൂമേഴ്സ് ആൻഡ് ബയോമാസ് അവൈലബിൾ ഫോർ കൺസംപ്ഷൻ ഓഫ് ഹെർബിവോർസ് ആസ് വെൽ ആസ് ഡികമ്പോസേഴ്സ് ആർ റെഫേർഡ് ടു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആൻഡ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഈ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി കോൺസെപ്റ്റുകൾ പഠിച്ചപ്പോൾ പറഞ്ഞതാണ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാക്കുന്ന പ്രൊഡക്ടിവിറ്റിനെയാണ് നമ്മൾ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡറി എന്ന് പറയുമ്പോൾ എന്താണ്? കൺസ്യൂമേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ന്യൂ ഓർഗാനിക് മാറ്റർ ബൈ കൺസ്യൂമേഴ്സ് ആൻഡ് ബയോമാസ് അവൈലബിൾ ഫോർ കൺസംപ്ഷൻ ഓഫ് ഹെർബിവോർസ് ആസ് വെൽ ആസ് ഡികമ്പോസേഴ്സ് ആർ റെഫേർഡ് ടു സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി ആൻഡ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. കൺസ്യൂമേഴ്സ് ഉണ്ടാക്കുന്നത് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റിയാണ്. അത് പിന്നെ അടുത്തതിലേക്ക് പോകുമ്പോൾ അത് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയാണ്. Study diagram of pyramid of biomass given below. Name the 2 standing crop that could be occupying level A and B in it. Name this type of pyramid and ecosystem in which is found. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ ഒരു പിരമിഡ് തന്നാൽ ആദ്യം ഒരു ബി കാണാം, എയും കാണാം. പിരമിഡ് കണ്ടിട്ട് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്റ്റഡി ദ ഡയഗ്രാം ഓഫ് പിരമിഡ് ഓഫ് ബയോമാസ് ഗിവൻ ബിലോ. നെയിം 2 സ്റ്റാൻഡിംഗ് ക്രോപ്പ് ദാറ്റ് കുഡ് ബി ഒക്യുപ്പൈങ് ലെവൽ എ ആൻഡ് ബി ഇൻ ഇറ്റ്. നെയിം ദിസ് ടൈപ്പ് ഓഫ് പിരമിഡ് ആൻഡ് എക്കോസിസ്റ്റം ഇൻ വിച്ച് ഇറ്റ് ഇസ് ഫൗണ്ട്. അല്ലേ, ഈ ചോദ്യം ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ പിരമിഡ് ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ പിരമിഡിൽ നമുക്ക് കാണാൻ പറ്റും പ്രൊഡ്യൂസേഴ്സ് ആണ് ബി, മറ്റേത് എ ആണെന്നുള്ളത്. അല്ലേ, അപ്പോൾ ഇൻവേർട്ടഡ് പിരമിഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ പിരമിഡ് ഓഫ് എക്കോസിസ്റ്റം, അതായത് ഈ ഒരു പിരമിഡ് ഓഫ് ബയോമാസ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും ഇതൊരു അക്വാട്ടിക് പിരമിഡ് ആയിരിക്കും. സോ ബി എന്ന് പറയുന്നത് എന്താണ്? ഫൈറ്റോ പ്ലാങ്ക്ടനും, എ എന്ന് പറയുന്നത് സൂ പ്ലാങ്ക്ടനുമാണ് വരിക. ഇത് ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് ബയോമാസ് നമുക്ക് സി എക്കോസിസ്റ്റം അല്ലെങ്കിൽ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലേ കാണാൻ പറ്റുള്ളൂ. പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഇൻ ആൻ എക്കോസിസ്റ്റം ഇസ് എക്സ്പ്രസ്ഡ് ആസ്. എങ്ങനെ നമ്മളിത് എക്സ്പ്രസ് ചെയ്യുന്നത്? കിലോ കാലറി മീറ്റർ സ്ക്വയർ പെർ ഇയർ ആണ് പറയുന്നത് കേട്ടോ. Write the relationship between productivity, gross primary productivity, net primary productivity. അല്ലെങ്കിൽ how would you differentiate between gross primary productivity, net primary productivity?
എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക? പ്രൊഡക്ടിവിറ്റിയാണ്. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ പെർ യൂണിറ്റ് ഏരിയ ഇൻ യൂണിറ്റ് ടൈം അറ്റ് എനി ടോപ്പിക് ലെവൽ. ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആൻഡ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഗ്രോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു ടോട്ടൽ ഓർഗാനിക് മാറ്റർ സിന്തസൈസ്ഡ് ബൈ producers in the process of photosynthesis per unit time and area, while net primary productivity is the weight of organic matter stored അല്ലെ ബൈ പ്രൊഡ്യൂസേഴ്സ് ഇൻ യൂണിറ്റ് ഏരിയ. അപ്പം ഗ്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോട്ടോസിന്തസിസ് വഴി പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്ടിവിറ്റീൻ്റെ റേറ്റിനെയാണ്. ആൻഡ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അവർ യൂസ് ചെയ്ത റെസ്പിറേഷൻ ലോസ് വഴി ഉപയോഗിച്ച് കഴിഞ്ഞ് റിമൈനിങ് ആയതിനെയാണ് നമ്മൾ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് അതിന് ഇക്വേഷനായിട്ട് എഴുതാം NPP=GPP - R. സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാലോ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ന്യൂ ഓർഗാനിക് മാറ്റർ ബൈ കൺസ്യൂമേഴ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ലോസ് വൈൽ ട്രാൻസ്ഫറിങ് എനർജി കണ്ടെയ്നിങ് ഓർഗാനിക് മാറ്റർ ഫ്രം പ്രീവിയസ് ടോപ്പിക് ലെവൽ പ്ലസ് കൺസപ്ഷൻ ഡ്യൂ ടു റെസ്പിറേഷൻ പ്രൊഡക്ഷൻ ആണ്. ഇവിടെ സെക്കൻഡറി പ്രൊഡക്ടിവിറ്റിയിൽ പറയുന്നത് എന്താ വെച്ചാൽ പുതിയ സെക്കൻഡ് ഹെർബിവോസ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജീനെയാണ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അസേർഷൻ ആൻഡ് റീസൺ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, decomposition process is slower if detritus is rich in lignin and cutin. Decomposition is largely an oxygen requiring process. എയും ആറും കറക്റ്റ് ആണ്, ബട്ട് ആർ ഇസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ലേ. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ബി ആണ് വരിക. ഹൗ ഈസ് ഹ്യൂമൻ ഫോംഡ്? മെൻഷൻ എനി 3 ക്യാരക്ടേഴ്സ്. ഹ്യൂമൻസ് എങ്ങനെയാണ്? ഡാർക്ക് കളേർഡ് അമോർഫസ് ഓർഗാനിക് മാറ്റർ ആണ് ഫോംഡ് ബൈ ഡിക്കമ്പോസിഷൻ ഓഫ് ഡെട്രീറ്റസ്. ഇവരുടെ ക്യാരക്ടർ എന്താണ്? റിച്ച് ഇൻ ലിഗ്നിൻ ആൻഡ് സെല്ലോസ് ആണ്, ക്വൈറ്റ് റെസിസ്റ്റൻറ്റ് ടു മൈക്രോബിയൽ ആക്ഷൻ ആണ്, റിസർവോയർ ഓഫ് ന്യൂട്രിയൻസ് ആണ്, ഹെൽപ്ഫുൾ മെയിൻ്റെനൻസ് ഓഫ് സോയിൽ മോയ്സ്ചർ ആൻഡ് വെൽ എസ് ഏറേഷൻ കൂട്ടാനൊക്കെ സഹായിക്കുന്നതാണ് എന്ത് ഹ്യൂമസ് എന്ന് പറയുന്നത്. ഇത് നോട്ട് ചെയ്ത് വെക്കണം. Name type of detritus that decompose faster. List any 2 factors enhance rate of decomposition. Write different steps take place in humification, mineralization during process of decomposition. ബട്ട് നമ്മൾ പറഞ്ഞതാണ് ഡെഡ് പ്ലാന്റ് റിമെയിൻസ് സച്ച് ആസ് ലീവ്സ്, ബാർക്ക്, ഫ്ലവേഴ്സ്, ഡെഡ് റിമെയിൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു? ദേ ഇൻക്ലൂഡിങ് ഫീറ്റൽ മാറ്റർ ആർ ടൈപ്പ് ഓഫ് ഡെട്രീറ്റസ് ദാറ്റ് ഡിക്കമ്പോസ് ഫാസ്റ്റർ അല്ലേ. സെല്ലുലോസ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് പെട്ടെന്ന് ഡിക്കമ്പോസ് ചെയ്യും. വാം ആൻഡ് മോയിസ്റ്റ് എൻവയോൺമെൻറ്റ് ആണ് 2 ഫാക്ടേഴ്സ് ദാറ്റ് എൻഹാൻസ് ദി ഡിക്കമ്പോസിഷൻ. ഡിക്കമ്പോസ് എന്ന് പറയുന്നത് ഹ്യൂമസും ഇൻഓർഗാനിക് ന്യൂട്രിയൻറ്റുമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ബൈ ഹ്യൂമിഫിക്കേഷൻ മിനറൽസ്. ആൻഡ് ഹ്യൂമിഫിക്കേഷൻ്റെ സമയത്ത് എന്ത് ചെയ്യുന്നു? ഡാർക്ക് കളേർഡ് അമോർഫസ് സബ്സ്റ്റൻസ് ആയിട്ട് ഹ്യൂമസ് ഫോം ചെയ്യുന്നു. എന്നിട്ടോ organic remain by action of microbes. Humus is rich in lignin and cellulose is highly resistant to microbial action. It undergo decomposition at an extremely slow rate. During mineralization, inorganic substances such as CO2, Ca2+, are released from humus decomposed by certain microbes. Substance released, they are easily available to plants. അപ്പോൾ മിനറലൈസേഷൻ സമയത്ത് ആ മിനറൽസിനെയൊക്കെ കൂടെ ഡെപ്പോസിറ്റ് ചെയ്ത് സോയിലേക്ക് കൊടുക്കുകയാണ്. അതാണ് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യുന്നത്. In the illustration given below, simplified food web on island arrows indicate direction of energy flow. Roman numbers indicate species within the body. At which topic level or level does the species 8 function എന്നാണ്. ഈ 8ാമത് പറഞ്ഞിട്ടുള്ള ആള് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രാമത്തെ ടോപ്പിക് ലെവലിലാണ് നമുക്ക് കാണാൻ പറ്റുക എന്നാണ്. അപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം എല്ലാത്തിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ 8ാമത്തേതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം പ്രൈമറി ആളാണ് 8ാമത്തെ. സോ ദി ആർ പ്രൊഡ്യൂസേഴ്സ് അല്ലേ. Function as producer. Given below is a diagram of an ecological pyramid of number. Choose the correct food chain from list of food chain given. Represent the given pyramid. ഇപ്പോൾ ഇവിടെ നോക്കാം, ആദ്യം കൂടുതലാണ് ഉണ്ടാവുക. ഫുഡ് ചെയിൻ ഫ്രം ദ ലിസ്റ്റ് ആണ്. ഇക്കോളജിക്കൽ പിരമിഡ് ഓഫ് നമ്പർ ആണ്. ഗ്രാസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് വരിക ഓക്കെ ഗ്രാസിനെ കഴിക്കുന്നത് എപ്പോഴും എന്തായിരിക്കും? ഹെർബിവോസ് ആയിരിക്കുമല്ലോ. അപ്പം ഗോട്ട് വരാം, റാബിറ്റും വരാം, അപ്പോൾ ഇൻസെക്റ്റും വരാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഓക്കെ റാബിറ്റ് വരും. റാബിറ്റിനെ കഴിക്കുന്ന ഫോക്സിൻ്റെ അളവ് കുറവായിരിക്കും. ഫോക്സിനെ വെച്ച് ഫ്ലീ കൂടുതലാണ്. അപ്പോൾ ലാസ്റ്റ് 4th നോക്കിയാൽ ഫ്ലീ ആണ് കൂടുതൽ വരിക. അപ്പോൾ ഏതായാലും ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Given below is another food web that involve 9 organisms. Identify 2 producers and 2 carnivores shown in the food web എന്നാണ്. 2 producers-ഉം 2 carnivores-ഉം. ഒന്ന് നമുക്ക് പറയാൻ പറ്റും 1, 2, 3. 1, 2, 3യിലേക്ക് ഒന്ന് പോലും എത്തുന്നില്ല അല്ലേ. സോ 1, 2, 3 ആർ പ്രൊഡ്യൂസേഴ്സ്. അത് നമുക്ക് പറയാൻ പറ്റും. കാർണിവോസ് എന്ന് പറയുന്നതോ 7, 8, 9 അതുപോലെ 6. ഓക്കെ
കൺസ്യൂമേഴ്സ് ഓർ കാർണിവേഴ്സ് ആയിട്ടും പറയാം. അപ്പോൾ ഇതുപോലെ ഫുഡ് ചെയിൻ തന്നിട്ട് നിങ്ങളോട് ട്രോപ്പിക് ലെവൽ ഓർഗാനിസംസ് ഏതാണ് എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി തന്നെ പഠിക്കാം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെയിം ദ ഐഡിയൽ pyramid existing in an ecosystem. Construct it up to its 3 tropic level along with their name. Sun provides 10 lakh joule of sunlight to an ecosystem. Right amount of energy available to the first and third tropic level എന്നാണ്. പിരമിഡ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ ഏറ്റവും അക്യുറേറ്റ് ആണ് പിരമിഡ് ഓഫ് ബയോമാസ് ആൻഡ് നമ്പർ കൺസിഡർ ടു ബി ഐഡിയൽ പിരമിഡ് എക്സിസ്റ്റിംഗ് ഇൻ ആൻ എക്കോസിസ്റ്റം. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും ഫൈറ്റോ പ്ലാങ്ടൺ, സൂ പ്ലാങ്ടൺ, സ്മോൾ ഫിഷ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എനർജി ഇതായിരിക്കും, കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. പിരമിഡ് ഓഫ് എനർജി ഇൻ എ ഫിഷ് പോണ്ട് ഇസ് as follows. ഇനി ഐഡിയൽ പിരമിഡ് ക്യാൻ ബി ഒബ്സർവ് ദാറ്റ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് കൺവേർട്ട് ഓൺലി 1% ഓഫ് എനർജി ഇൻ സൺലൈറ്റ്. അപ്പം ഇത്രയും വരുമ്പോൾ പ്രൈമറി പ്രൊഡ്യൂസേഴ്സിൽ ആകെ എത്ര വരും? 10,000 ജൂളാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനിൽ എത്രയാണ്? സൺലൈറ്റ് ആണ്. അതിലാകെ 50% എനർജിയിൽ 2% ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 10,000, 1,100, 10 ജൂൾ. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കണം. സോ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് കൺവേർട്ട് 1% ഓഫ് എനർജി ഇൻ ദി സൺലൈറ്റ് അവൈലബിൾ them in NPP and only 10% of energy passes from one tropic level to another and remaining 90% of loss at heat. So hence 10,000 of energy is available for first tropic level, 100 joule of energy is available for third tropic level. അപ്പോൾ ഇത് പഠിച്ചു വെക്കണം. ഇതുപോലെ എനർജി കണ്ടെത്തുമ്പോൾ ചോദ്യം വരുന്നതാണ് കേട്ടോ. Draw a pyramid of numbers where large number of insects feeding on the leaves of a tree. What is the shape of pyramid? Will the pyramid of energy is always same shape in situation? Give reason for your observation. ഇൻസെക്ട്സ് ഒരു ലീഫിനെ കഴിക്കുമ്പോൾ എപ്പോഴും ട്രീ എന്ന് പറയുന്നത് കുറവാണ്, ഇൻസെക്റ്റ് കൂടുതലാണ്. അതുകൊണ്ട് ഇൻവേർട്ടഡ് പിരമിഡ് ആയിരിക്കും. പിരമിഡ് ഓഫ് എനർജി ഓൾവേസ് സെപ്പറേറ്റ് ആണ്, പക്ഷേ ദേ ക്യാൻ നെവർ ബി ഇൻവേർട്ടഡ് ബിക്കോസ് എനർജി ഫ്ലോ ഫ്രം വൺ ടോപ്പിക് ടു നെക്സ്റ്റ് ടോപ്പിക് ലെവൽ. സം എമൗണ്ട് ഓഫ് എനർജി ഈസ് ഓൾവേസ് ലോസ്റ്റ് അറ്റ് ഹീറ്റ്. അതുകൊണ്ട് എനർജീൻ്റെ പിരമിഡ് എപ്പോഴും അപ്പറേറ്റ് ആയിരിക്കും. അപ്പോൾ എക്സാമ്പിൾസ് തന്ന് പിരമിഡ് കൺസ്ട്രക്ട് ചെയ്യാൻ ചോദിച്ചാൽ ഇങ്ങനെ വരയ്ക്കാൻ കൂടെ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പം നന്നായിട്ട് തന്നെ റിവൈസ് ചെയ്യുക. ഈ 3 ചാപ്റ്റേഴ്സ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഓർഗാനിസം, ഇക്കോളജി 3 ചാപ്റ്റേഴ്സ് സെറ്റായെന്ന് വിശ്വസിക്കുന്നു. സോ നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്.